പിണറായി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ലോക പൗരൻ ശശി തരൂർ എഴുതിയ ലേഖനം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. തരൂർ മഹാനാണെന്നും തരൂർ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് CPMലെ എല്ലാ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. EP ജയരാജൻ, AK ബാലൻ, മന്ത്രി P രാജീവ്, ധനമന്ത്രി ബാലഗോപാൽ തുടങ്ങി CPMലെ എല്ലാ നേതാക്കൾക്കും ഇപ്പോൾ തരൂരാണ് മഹാൻ. അപ്പോൾ LDF സർക്കാർ വ്യവസായ രംഗത്ത് അതിശയകരമായ വളർച്ച നേടി എന്ന തരൂരിൻ്റെ പരാമർശത്തെയാണ് ഇവർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതേസമയം UDF നേതാക്കൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ വസ്തുതകളുമായി ഒരു തരത്തിലും യോജിക്കാത്ത പ്രസ്താവന നടത്തിയ തരൂർ വർക്കിംഗ് കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് പോലും മാറി നിൽക്കണം എന്നാണ് UDF കൺവീനർ ഹസൻ ആവശ്യപ്പെട്ടത്. അതേസമയം മുൻ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി പറയുന്നത് 91 മുതൽ K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിമായിരുന്ന ആ കാലത്ത് നടന്ന വികസനങ്ങൾ അതാണ് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയത്. അതുപോലെ ഒരു വികസനം, ഏതെങ്കിലും ഒരു വികസനം ഉയർത്തിക്കാണിക്കാൻ ഇടതുപക്ഷ സർക്കാരിനില്ല. ഇടതുപക്ഷ സർക്കാരുകൾ ഇടിച്ചു നിരത്തുന്ന നിലപാടുകളാണ് പലപ്പോഴും സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇതൊരു വലിയ വിവാദമായി കത്തിപ്പടരുകയാണ്. ഈ വിവാദങ്ങൾ കത്തിപ്പടർന്നപ്പോൾ തരൂര് താൻ എഴുതിയതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇംഗ്ലീഷ് അറിയുന്നവർക്ക് അത് വായിച്ചാൽ മനസ്സിലാവുമെന്നും ആണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അദ്ദേഹം മറ്റൊന്നുകൂടി പറയുന്നു, വർക്കിംഗ് കമ്മിറ്റി അംഗത്വം ഒഴിവാകണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അപ്പോൾ അത് ആലോചിക്കാമെന്നാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതികരണമാണ് തരൂരിൻ്റേത്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഭരണാധികാരികൾ, അത് മന്ത്രിസ്ഥാനത്ത് എത്തുന്ന ഭരണാധികാരികൾ. ഇപ്പം ശശി തരൂർ UPA സർക്കാരിൻ്റെ കാലത്ത് വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹം നടത്തിയ പ്രകടനം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്ന വിവാദവും സുനന്ദ പുഷ്കറുമായി ബന്ധപ്പെട്ട വിവാദവും നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു ലോക പൗരൻ എന്ന് പറഞ്ഞ് UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച തരൂർ ലോക പൗരനാണ്, അദ്ദേഹം എഴുത്തുകാരനാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണോ നല്ലൊരു MP ആണോ എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്. തുടർച്ചയായി തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP എന്ന നിലയിൽ തരൂർ എന്തെല്ലാം വികസനങ്ങളാണ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത്. തിരുവനന്തപുരത്ത് എയർപോർട്ട് സ്വകാര്യവൽക്കരിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ എന്തായിരുന്നു തരൂരിൻ്റെ നിലപാട്? ഇതെല്ലാം പരിശോധിക്കേണ്ടതാണ്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുണ്ടശ്ശേരി മുതൽ ശിവൻകുട്ടി വരെയുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരെയാണ്. ജോസഫ് മുണ്ടശ്ശേരി മഹാനായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ തണലിലാണ് ഇന്നും ഇടതുപക്ഷവും കേരളവും എല്ലാം അഭിമാനം കൊള്ളുന്നത്. അവിടെ നിന്ന് നാം ഇന്നെത്തി നിൽക്കുന്നത് V ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയിലാണ്. ഞാൻ അടുത്ത കാലത്തായി നമുക്കുണ്ടായ നമ്മളെ ഭരിച്ച കുറച്ച് വിദ്യാഭ്യാസ മന്ത്രിമാരെ കുറിച്ച് പറയാം. ഒന്ന്, മുണ്ടുടുത്ത മുണ്ടശ്ശേരി, രണ്ടാം മുണ്ടശ്ശേരി എന്ന് അറിയപ്പെട്ടിരുന്ന MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗവും CPMലെ ബുദ്ധിജീവിയുമായ MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലം. ആ കാലത്തെക്കുറിച്ച് നമുക്ക് എടുത്തു പറയാവുന്ന എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് പ്രൊഫസർ രവീന്ദ്രനാഥ് സൈക്കിളിൽ സഞ്ചരിക്കുകയും മന്ത്രിയായിരിക്കുമ്പോൾ പോലും ലളിത ജീവിതം നയിക്കുകയും ചെയ്ത രവീന്ദ്രനാഥ്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീൽ, പ്രൊഫസർ KT ജലീൽ, ഡോക്ടർ KT ജലീൽ. അതുപോലെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന JNUവിൽ നിന്ന് ഡോക്ടറേറ്റും മറ്റും നേടിയ പ്രൊഫസർ കൂടിയായ R ബിന്ദു. അതിനൊടുവിലാണ് നാം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ വിലയിരുത്തേണ്ടത്. നേരത്തെ പറഞ്ഞ പേരുകാരെല്ലാം മഹാന്മാരാണ്, എഴുത്തുകാരാണ്, പണ്ഡിതന്മാരാണ്, ബുദ്ധിജീവികളാണ്.
ഇതൊന്നുമില്ലാത്ത ഒരു മന്ത്രിയാണ് ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പക്ഷേ ഭരണകർത്താവെന്ന നിലയിൽ വി ശിവൻകുട്ടി ഒരു വിജയമാണ്. അതേസമയം രവീന്ദ്രനാഥും കെ ടി ജലീലും എം എ ബേബിയും അടക്കമുള്ള പണ്ഡിതന്മാർ, 6 ബിന്ദു അടക്കമുള്ള ബുദ്ധിജീവികൾ ഭരണാധികാരികൾ എന്ന നിലയിൽ വിലയിരുത്തപ്പെടുമ്പോൾ അവരെക്കാൾ ഏറെ മുന്നിലാണ് വി ശിവൻകുട്ടി. വി ശിവൻകുട്ടി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾ ഒന്നിച്ച് SFIയിൽ പ്രവർത്തിച്ചിരുന്ന കാലമാണ്. SFIയുടെ സംഘടന രംഗങ്ങളിൽ, കലാപരംഗങ്ങളിൽ മുൻനിരയിൽ എന്നും ഉണ്ടായിരുന്ന ഒരാളാണ് ശിവൻകുട്ടി. ശിവൻകുട്ടി ഒരു ബുദ്ധിജീവിയല്ല, പക്ഷേ അന്നു മുതൽ ഇന്ന് വരെയും കഴിഞ്ഞ 40 കൊല്ലമായി സാധാരണ ജനങ്ങൾക്കിടയിൽ, തൊഴിലാളി വർഗത്തിനിടയിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് ശിവൻകുട്ടിക്കുണ്ട്. നിയമസഭയിൽ ശിവൻകുട്ടി MLA ആയിരിക്കുന്ന സമയത്ത് നടത്തിയ കയ്യാങ്കളി, മാണിയുടെ ബഡ്ജറ്റ് അവതരണത്തെ തടയാനായി നടത്തിയ ആ ശ്രമത്തിനിടയിൽ അദ്ദേഹം നടത്തിയ മുണ്ടുമാടി കുത്തി ഡെസ്കിന് മുകളിലും സ്പീക്കറുടെ ചേംബറിന് മുകളിലുമൊക്കെ കയറി നിന്ന ആ താണ്ഡവം ഒഴിച്ചു നിർത്തിയാൽ തീർച്ചയായും ശിവൻകുട്ടി എല്ലാ അർത്ഥത്തിലും ഒരു ജനകീയനായ നേതാവാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ടോ വലിയ ബിരുദങ്ങൾ ഉള്ളത് കൊണ്ടോ എഴുത്തുകാരായതുകൊണ്ടോ നേതാക്കൾക്ക് ഒരിക്കലും നല്ല ഭരണാധികാരികളാവാൻ കഴിയില്ല. അപ്പം നേതാക്കൾ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വളർന്നു വരണം. ആ പരീക്ഷണത്തിൽ വിജയിച്ച ഒരാളാണ് ശിവൻകുട്ടി. ഇപ്പോൾ പിണറായി വിജയൻ വിദ്യാഭ്യാസ വകുപ്പ് പോലെ ബുദ്ധിയുള്ള, വിവരമുള്ള ആളുകൾക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന വകുപ്പ് ശിവൻകുട്ടിയെ ഏൽപ്പിച്ചപ്പോൾ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. പക്ഷേ പ്രായോഗിക തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പരാതിയില്ലാത്ത നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പം സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാഭ്യാസത്തെക്കാൾ ജനജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ, ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വരുന്ന നേതാക്കൾ, അവർക്ക് ജനവികാരം മനസ്സിലാക്കാനും, ഇപ്പോൾ വിദ്യാർത്ഥി നേതാവായി വിദ്യാർത്ഥികൾക്കിടയിലൂടെ വളർന്നു വന്ന ശിവൻകുട്ടിക്ക് വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ അറിയാം, വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ അറിയാം. അത് അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത്, വിവരമുള്ളവരുമായി ചർച്ച ചെയ്ത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പാർവതിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഒരു പ്രമുഖ ജേർണലിസ്റ്റ് ആയിരുന്ന പാർവതി, അതുപോലെ പാർവതിയുടെ അച്ഛൻ മഹാനായിരുന്ന എഴുത്തുകാരൻ P. ഗോവിന്ദപിള്ള, അതുപോലെ അമ്മ പ്രൊഫസറായിരുന്ന ആളാണ്. അപ്പോൾ നല്ല ഒരു പാരമ്പര്യമുള്ള അവസ്ഥ ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ വിവരമുള്ള ആളുകളുമായി സംസാരിക്കുകയും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ജനജീവിതത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുമായി അത് കോർത്തിണക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു ജനകീയ മന്ത്രി വിജയിക്കുകയാണ്. അപ്പോൾ ശിവൻകുട്ടിയിൽ നിന്ന് പഠിക്കാനാണ് ശശി തരൂർ ശ്രമിക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.